ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ് യു ടാങ്കറിൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 8th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മ്യങ്ങിനെ ഡയമണ്ട് റിംഗ് മോഷ്ടിച്ചു എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. സോ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മ്യങ്ങിനെ ആ ഒരു പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് എന്തിനാണ് നീ ഒരു ഡയമണ്ട് റിംഗ് എടുത്തതെന്നൊക്കെ ചോദിച്ച് അവളോട് അത് തിരിച്ചു തരാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ തന്റെ കയ്യിൽ അതില്ലെന്നും താൻ അത് എടുത്തിട്ടില്ലെന്നും ഇപ്പൊ മ്യങ് പറയുന്നുണ്ട്. ഒരു സമയത്ത് പണ്ട് ഏസനും വൻസിക്കും കൂടി ഒളിച്ചോടിയിട്ടുണ്ടായിരുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു ഏസൺ പെരുമാറിയത് അതേപോലെ തന്നെയാണ് ഇപ്പൊ മ്യങ്ങും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു എവിഡൻസും ഇല്ലാതെ പാവം നമ്മുടെ മ്യങ്ങിനെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവരിങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗ്വൻസിക്കിനെ കാണിക്കുമ്പോൾ അവരിപ്പോ മ്യങ്ങിന്റെ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് അവളെയും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. മ്യങ് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ട്രാപ്ഡ് ആയിട്ട് അറിയാതെ അവളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ യങ്ങും ഇരിക്കുന്നുണ്ടെങ്കിലും യങ് ഒരുപാട് അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നുവെങ്കിലും വൻസിക് ആകട്ടെ അവനെപ്പോഴും ഇഗ്നോർ ചെയ്തിട്ട് എന്റെ മകള് ഒരു സോൾജറിനെ ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തനിക്ക് താല്പര്യമില്ലെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഞാൻ സമ്മതിക്കില്ലെന്നും ഗ്വൻസിക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് യങ് ആകട്ടെ തങ്ങളിപ്പോ റിലേഷൻഷിപ്പിലല്ലെന്നും ശരിക്കും യങ് 8 തവണ അവന് തേച്ചിട്ട് പോയിന്നും യങ് ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴാണ് യങ്ങിന് ശരിക്കും യങ്ങിനെ ഇഷ്ടമാണെന്ന് ഗ്വൻസിക്കിനും ബോധ്യമാകുന്നത്. മാത്രമല്ല പിന്നീട് ഗ്വൻസിക്ക് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ തന്നെ ഇട്ടേച്ച് പോയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ എപ്പോഴും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണെന്ന് യങ് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഗ്വൻസിക്കിനാകെ എന്തോ പോലെ ആകുന്നുണ്ട്. കാരണം ഇപ്പൊ യങ് ഫേസ് ചെയ്യുന്ന ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു പണ്ട് ഗ്വൻസിക്കിനും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതിലൂടെ തന്നെ അവരെ പോലെ തന്നെ യങ്ങും റിലേഷനിലാവുമെന്ന് ഗ്വൻസിക്കിന് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് യങ്ങിനെ കുടുക്കിയിട്ടുള്ള ആ ഒരു റിച്ച് ലേഡിയുടെ വീട്ടിൽ കാണിക്കുകയാണെങ്കിൽ അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത്ര അഹങ്കാരത്തോടെ അവൾ എന്നോട് തിരിച്ച് സംസാരിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും മാത്രമല്ല ഞാനിപ്പോൾ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറെ ആരോടെങ്കിലും അവൾ പോയിട്ട് പറഞ്ഞ് പിന്നീട് അത് നമുക്ക് ഒരു സീൻ ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ പേരിൽ ഒരു കള്ളക്കേസ് കുടുക്കി ഞാൻ അവളെ ട്രാപ്പ് ചെയ്തെന്ന് ഇപ്പോൾ ആ ഒരു റിച്ച് ലേഡി എന്റെ മകളോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഇതൊക്കെ കേട്ടോണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവന്റ് അവള് കാണാതായി എന്ന് പറഞ്ഞ ആ ഒരു ഡയമണ്ട് റിംഗ് എടുത്തിട്ട് പയ്യെ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ താഴെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പിന്നീട് അവൾ തന്നെ അവിടെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ കണ്ടുപിടിച്ചു എന്നെ പോലെ ആക്ട് ചെയ്തുകൊണ്ട് മ്യങ് ശരിക്കും ആ ഒരു ഡയമണ്ട് റിംഗ് എടുത്തിട്ടില്ലെന്നും ഇത് ഇവിടെ കിടന്ന് കളഞ്ഞു പോയതാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് മ്യങ് ഒരിക്കലും ഒരു ഡയമണ്ട് റിംഗ് മോഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് കേസ് പിൻവലിക്കാനായിട്ട് പറയുമ്പോൾ ഇത് കേട്ടിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു റിച്ച് ലേഡിക്ക് മനസ്സിലാക്കിയിട്ട് ഒരു സെർവന്റ് അവളെ ഹെൽപ്പ് ചെയ്യാണെന്നും അവൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അവള് ആ ഒരു സെർവന്റിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു സെർവന്റ് ആകട്ടെ ആ ഒരു റിംഗ് എടുത്ത് പുറത്തേക്ക് എറിയുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങൾക്ക് ആ ഒരു റിംഗ് തിരിച്ചു കിട്ടിയെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയമണ്ട് റിംഗ് ശരിക്കും ഇവിടെ നിന്ന് കാണാണ്ടാവും എന്ന് പറഞ്ഞ് അവളത് ബാൽക്കണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടാൻ നിൽക്കുന്ന സമയം അത് അത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ടും വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ആ ഒരു സെർവന്റ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റിച്ച് ലേഡി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഡയമണ്ട് റിംഗ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ മ്യങ് ആകട്ടെ നേരെ തന്നെ ബൂത്തിൽ പോയിട്ട് അവളുടെ അമ്മയായിട്ടുള്ള ഏസനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാനും ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത്രമാത്രം ക്രൂരരാണെന്ന് സംസാരിക്കാനായിട്ട് പോയെങ്കിലും തന്റെ മകള് സിയോളിലുള്ള സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു അമ്മയുടെ വോയിസ് കേട്ടപ്പോൾ സത്യങ്ങളൊന്നും അമ്മയുടെ അടുത്ത് പറയാനായിട്ട് മ്യങ്ങിന് തോന്നിയില്ല. മാത്രമല്ല അവളുടെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് ഗ്വൻസിക്ക് ഇപ്പൊ സിയോളിൽ എത്തിയിട്ടുണ്ടെന്നും അറിയുന്ന മ്യങ്ങിന് കൂടുതൽ വിഷമമാകുന്നുണ്ട്. തനിക്കിപ്പോ ഒന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാതെ ആകെ പെട്ടിരിക്കുകയാണെന്നും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വന്നു അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്രമാത്രം വിഷമിക്കും എന്നാലോചിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുണ്ടായിരുന്ന ഞങ്ങാകട്ടെ അച്ഛൻ എന്തിനാണ് എന്നോട് പറയാണ്ട് ഇവിടെ വന്നേന്നും ഈ ഒരു നാടിനെ പറ്റിയിട്ട് അച്ഛൻ എന്തെങ്കിലും അറിയുമോ ഇനി എങ്ങനെ തിരിച്ചു പോകുന്നൊക്കെ ആകെ വെറീഡായിട്ട് അവൾ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛനോട് പെട്ടെന്ന് ദേഷ്യത്തിൽ ഒന്നും തന്നെ സംസാരിക്കരുതെന്നും നിന്നെ അത്രയ്ക്ക് മിസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹം വന്നതെന്നും ഇപ്പൊ ഏസൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് വേഗം തന്നെ അവൾ ഡോർമെറ്ററിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ അവളെയും വെയിറ്റ് ചെയ്ത് അവളുടെ അച്ഛൻ ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഒരു പക്ഷെ തന്റെ അവസ്ഥ ഇത്രയും മോശമായതുകൊണ്ടായിരിക്കണം അച്ഛനെ കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് അവൾ ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വൻസിക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും മ്യങ് ആകട്ടെ ഫുൾ ടൈം ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നോ അവൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോന്നോ ഇപ്പോൾ ഗ്വൻസിക്ക് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി കേട്ടപ്പോൾ ഇല്ലെങ്കിലും അവൾ അവളുടെ വിഷമങ്ങളൊക്കെ ഗ്വൻസിക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ എബ്രോഡ് പോയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ ക്വാളിഫിക്കേഷൻസും മാർക്കും മ്യങ്ങിന് ഉണ്ടായിട്ട് പോലും കോളേജുകാരാകട്ടെ സെലക്ട് ചെയ്തത് വേറെ ഒരു കുട്ടീനെയായിരുന്നു. അതും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടീനെ. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തതിന്റെ പേരിൽ മ്യങ്ങിന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പക്ഷെ തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ പുറത്തു പോയിട്ട് പഠിക്കുക എന്നതും തനിക്ക് അങ്ങനെ പോയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നും അതുപോലെ തന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തണമെന്നും അവള് ഇപ്പൊ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഗ്വൻസിക്ക് നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പൈസയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് ചെയ്തു കൊള്ളാനും നിന്റെ ആഗ്രഹങ്ങൾ നടത്താനായിട്ട് എത്ര പൈസയായാലും അതൊക്കെ ഞാൻ സെറ്റാക്കി തരാമെന്നും എനിക്ക് എബ്രോഡ് പോയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെന്നും അതിനെ ട്രൈ ചെയ്യാനും ഇപ്പോൾ അവളോട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ലാസ്റ്റത്തെ
ബസ്സിൽ അവൻ തിരിച്ച് ജെജുവിലേക്ക് വരുന്നേക്കാളും മുമ്പ് തന്നെ ഒരു സോൾജിയർ ആയിട്ട് ഈ ഡേറ്റിംഗ് ഒന്നും ചെയ്യരുതെന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഡേറ്റിങ്ങിന്റെ ഒന്നും ആയിരുന്നില്ല ശരിക്കും മ്യങ്ങിന്റെ പ്രശ്നം. എനിക്ക് വേണ്ടിയിട്ട് തന്റെ പാരന്റ്സ് ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവിടം വരെ തന്നെ എത്തിച്ചുവെങ്കിലും ജീവിതത്തിൽ ഇനി അങ്ങോട്ടും അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന ആ ഒരു ഗിൽറ്റാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല ഗ്വാൻസിക്ക് ഇപ്പൊ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് തന്നെ അന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് ഉള്ള ആ ഒരു റിയാലിറ്റി അവളെ ശരിക്കും ഇമോഷണൽ ആക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ ബസ്സിൽ കയറി പോകുന്ന സമയത്ത് മ്യങ് അപ്പോ ഗ്വാൻസിക്കിനെ നോക്കിയിട്ട് അവനോട് ടാറ്റ പറയുമ്പോൾ പണ്ട് ചെറുപ്പത്തിൽ അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈസന്റെ ഒപ്പം നിന്നിട്ട് ആ ഒരു കുഞ്ഞുകുട്ടി ടാറ്റ കൊടുക്കുന്നതായിട്ടും സിയോളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മ്യങ് ഇത്ര വലുതായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഗ്വാൻസിക്കിന്റെ കണ്ണിൽ അവൾ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയായിട്ട് വളരെ ക്യൂട്ടായിട്ട് എന്റെ അച്ഛന് ടാറ്റ പറയുന്നതാണ് അവനിപ്പോ കാണുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് ഗ്വാൻസിക്ക് വളരെ ഇമോഷണൽ ആയിട്ട് ബായ് പറഞ്ഞ് ബസ്സിൽ തിരിച്ച് ജെജു ഐലൻഡിലോട്ട് പോകുന്നുണ്ട്. അതേ സമയത്ത് ഒരു റിച്ച് ലേഡിയുടെ വീട്ടിൽ കാണിക്കുകയാണെങ്കിൽ നീ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ഹെൽപ്പ് ചെയ്തതെന്ന് ഒരു റിച്ച് ലേഡി ഇപ്പൊ സെർവന്റിനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു മുഖം ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഇതില് നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിൽ കണ്ട പോലെ ഒളിച്ചോടിയതിനു ശേഷം വൻസിക്കിനെയും ഈസണിനെയും ഒരു ഹോട്ടൽ ഓണർ പറ്റിക്കുന്ന സമയത്ത് അവിടേക്ക് വരുന്ന പുതിയ ആളോടും അവരത് ചെയ്യാതിരിക്കാനായിട്ട് അവര് ആ ഒരു ലേഡിയുടെ അടുത്ത് പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞ് ആ ഒരു ലേഡീനെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ശരിക്കും ആ ഒരു ലേഡി തന്നെയാണ് ഇപ്പൊ ഇവരുടെ വീട്ടില് സെർവന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. മാത്രല്ല അന്ന് അവളെ രക്ഷിച്ച ഈസന്റെയും ഗ്വൻസിക്കിന്റെയും മുഖം അവൾ ഇന്നും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മ്യങ്ങിനെ കണ്ടപ്പോ അവരുടെ മുഖച്ഛായ സെയിം ആയതുകൊണ്ട് ആ ഒരു കപ്പിളിന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു സെർവന്റ് നേരത്തെ മ്യങ്ങിനെ ഹെൽപ്പ് ചെയ്തത്. മാത്രല്ല ഈ ഒരു ടൈമില് നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഓരോ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങളുടെ മകള് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അവള് നിങ്ങളെ നോക്കിയാണ് പഠിക്കുന്നതെന്നും ഇപ്പൊ തന്നെ അവളുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്നും അതുകൊണ്ട് നല്ലൊരു അമ്മയായിട്ട് ഇരിക്കാനായിട്ട് ഒരു സെർവന്റ് ഇപ്പൊ ഒരു റിച്ച് ലേഡീനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് പിന്നെ യങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ യങ് ആകട്ടെ തിരിച്ച് ആർമിയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇനി അവൻ പോയി കഴിഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് യങ്ങും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആശ്വസിപ്പിച്ച് ഇപ്പൊ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവരുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് യങ്ങിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ശരിക്കും അവരുടെ ഈ ഒരു കപ്പിൾ റൊമാൻസ് ഒക്കെ കാണുകയാണെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നോ ഈസനും ഗ്വൻസിക്കും ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കറക്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ മ്യങ്ങും എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പിന്നീട് മ്യങ് ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈസനിന്റെ അടുത്ത് പറയുമ്പോൾ അവളാകട്ടെ അതിന് എത്രയോ ക്യാഷ് വേണം, ടോട്ടൽ ചെലവ് എത്രയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയും ഇങ്ങനെ പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്റെ പാരന്റ്സിനെ ട്രബിൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അവള് ഈ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ അടുത്ത് പറയുന്നില്ലെങ്കിലും അവളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഈസൻ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗ്വൻസിക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഗ്വൻസിക്കിന് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ യങ്ങിന്റെ ആഗ്രഹം പോലെ തന്നെ എബ്രോഡിക്ക് പോയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ജെജു ഐലൻഡിൽ അവർക്ക് ഉണ്ടായിരുന്ന വീടും സ്ഥലമൊക്കെ വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുപ്പം മുതൽ ഈസൻ കളിച്ച് വളർന്ന് ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട് ഇപ്പോൾ അവർ വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അവസാനമായിട്ട് മരിച്ചുപോയ തന്റെ ഏറ്റവും ഇളയ മകന് വേണ്ടിയിട്ട് ഇന്നത്തെ പോലെ ഒരു ക്യാൻറ്റീൻ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും പറക്കി അവർ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സിയോൾ എന്ന ആ ഒരു സിറ്റിയിൽ ചെറിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചിട്ട് നേരെ അവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് മ്യങ്ങിന് അവളുടെ ആഗ്രഹം പോലെ തന്നെ ഹയർ സ്റ്റഡീസിലേക്ക് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു വീട് വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ള മെജോറിറ്റി പൈസയും അവളുടെ കയ്യിൽ അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഒന്നാമതായിട്ട് തന്റെ പാരന്റ്സിന് തന്നോടുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും, രണ്ടാമതായിട്ട് ഇത്രയും ഏജ് ആയിട്ടും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചതിലും ഈസനും ഗ്വൻസിക്കിനും അത്രയും പ്രിയപ്പെട്ടിട്ടുണ്ടായിരുന്ന അവരുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു വീട് പോലും എനിക്ക് വേണ്ടി അവർ വിറ്റൂലോ എന്നുള്ള ആ ഒരു കുറ്റബോധവും ഗിൽറ്റും ഒക്കെ കാരണം ആകെ വിഷമമായിട്ട് അവൾ ആ ഒരു പ്ലെയിനിൽ വെച്ചിരുന്ന് കരയുമ്പോൾ അവിടെ പിറകിലുണ്ടായിരുന്ന ഒരു കുട്ടി അവൾക്കൊരു കുക്കിയൊക്കെ കൊടുത്ത് അവളിപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്റെ പുതിയ ചെറിയ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുള്ള ഗ്വൻസിക്കിനും ഈസനും അവരുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള യൂണും അവരുടെ ലഗേജൊക്കെ ഇറക്കി വെക്കുന്നതിന്റെ ഇടയിൽ ഒരു വീടൊക്കെ വിറ്റ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അതിന്റെ ആ ഒരു വിഷമം അവരുടെ ഉള്ളിലുണ്ടെങ്കിലും പണ്ട് തന്റെ അമ്മ പറഞ്ഞ ആഗ്രഹം തന്നിലൂടെ ട്രാൻസ്ഫേർഡ് ആയിട്ട് ഇപ്പൊ തന്റെ മകളിൽ ചെന്നെത്തിയിട്ട് മകള് അതിൽ സക്സീഡ് ആയതിന്റെ സന്തോഷത്തിലാണ് ഈസൻ നിൽക്കുന്നത്. അങ്ങനെ അവളുടെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം നടക്കുന്നതായി കാണിക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അങ്ങനെ ഇനി എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഈസനും ഗ്വൻസിക്കിനും ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് ഇനി വരുന്ന എപ്പിസോഡ്സിലൂടെ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.